MLM മണി ചെയിൻ സ്കാം ആണോ? മാത്തമാറ്റിക്കലി MLM മണി ചെയിൻ പിരമിഡ് സ്കീം 100% സ്കാം ആണ്. പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു കൂട്ടുകാരനില്ലേ, അവന് ഈ വീഡിയോ അയച്ചു കൊടുക്ക്. എന്നിട്ട് ചോദിക്ക് എങ്ങനെയാണ് MLM മാത്തമാറ്റിക്കലി പോസിബിൾ ആകുന്നതെന്ന്. എത്ര തന്നെ പഠിച്ചാലും ഒന്നും രണ്ടല്ലേ, പത്താവില്ലല്ലോ. ഇന്ന് ഞാൻ MLM മണി ചെയിൻ പിരമിഡ് സ്കീം എന്തുകൊണ്ട് വർക്ക് ചെയ്യില്ല എന്നുള്ളത് മാത്തമാറ്റിക്കലി പ്രൂഫ് സഹിതം കാണിച്ചു തരാം. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, ഭൂമിയുടെ 8ാമത്തെ വണ്ടറാണ് കോമ്പൗണ്ടിംഗ് എന്ന്. കോമ്പൗണ്ടിംഗ് അറിയാവുന്നവൻ പൈസ ഉണ്ടാക്കും, കോമ്പൗണ്ടിംഗ് അറിയാത്തവൻ പൈസ നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇതേ സെയിം പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് MLM കമ്പനികൾ നമ്മളെ ചീറ്റ് ചെയ്യുന്നത്. ടോപ്പിലിരിക്കുന്നവൻ കോടീശ്വരനാവാൻ വേണ്ടി താഴെ കിടക്കുന്നവൻ പണം നഷ്ടപ്പെടുത്തുന്നു. ഇതാണ് MLM. ഇത് വെറും യാദർശികമാണ്. ഇതൊരു മാത്തമാറ്റിക്കൽ ഗെയിമാണ്. ഈ MLM പിരമിഡ് സ്കീമിന്റെ ബേസിക് പരിപാടി എന്താണ്? ആദ്യം അവർ നമ്മളെ ചേർക്കും. നമ്മളോട് പറയും, നിങ്ങൾ നിങ്ങളുടെ ലെഫ്റ്റിലും റൈറ്റിലും ഈ 2 പേരെ വെച്ച് ചേർക്കണം. അപ്പൊ നമ്മൾ ചേർന്നു, നമ്മുടെ അടിയിൽ നമ്മൾ 2 പേരെ ചേർത്തു. നമ്മൾ ചേർത്ത 2 പേരുണ്ടല്ലോ, അവരും അവരുടെ അടിയിൽ ഈ 2 പേരെ വെച്ച് ചേർക്കണം. നിങ്ങളിവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊരു പാറ്റേൺ കാണാൻ പറ്റും. ആദ്യം 1, പിന്നെ ഡബിളായി, പിന്നെ 4 ആയി, പിന്നെ എന്താവും 8 ആവും. 8 എത്രയാവും? 16 ആവും. ഇത് 2 പവർ അല്ലേ? അതായത് ആദ്യത്തെ റോയില് 2 1, രണ്ടാമത്തെ റോയില് 2 2, മൂന്നാമത്തെ റോയില് 2 4, നാലാമത്തെ റോയില് 2 8. അതായത് nth റോയിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ 2n-1 ചെയ്താൽ പോരെ. 10ാമത്തെ റോയില് എത്ര പേരുണ്ടാവും? 210-1, അതായത് 2 9, 512 പേരുണ്ടാവും. ഇത് നിങ്ങളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. നമ്മൾ 10ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിച്ച ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലേ ഇത്? ജോമെട്രിക് പ്രോഗ്രഷൻ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് സം ഓഫ് n റോ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ആദ്യത്തെ 10 ലെവലിൽ എത്ര ആളുകൾ ഉണ്ടാവും അത് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആദ്യത്തെ ലെവലിൽ 1 പ്ലസ് രണ്ടാമത്തെ ലെവലിൽ 2. അതിന് നമ്മുടെ ജോമെട്രിക് പ്രോഗ്രഷനിലെ ഫോർമുല ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിനുള്ള ഉത്തരം കിട്ടും. അതായത് 1023 പേര്. ഈ 1023 പേര് എന്നുള്ളത് വലിയ വിഷയമൊന്നുമല്ല. കാരണം ഒരു പഞ്ചായത്തിൽ തന്നെ അതിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും. ഇവിടുത്തെ വിഷയം എന്നത് ഈ ലെവല് കൂടി വരുമ്പോൾ ഒരു 22ാമത്തെ ലെവലിൽ എത്ര പേരുണ്ടെന്ന് നോക്കിക്കേ. വെറും 22ാമത്തെ ലെവലിൽ ഏകദേശം 42 ലക്ഷം പേര് വേണം. നമ്മുടെ എറണാകുളം ജില്ലയിൽ ആകെ 36 ലക്ഷം തൊട്ട് 38 ലക്ഷം പേര് വരെ ഉള്ളൂ. അതായത് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ വെറും 22ാമത്തെ ലെവൽ എത്തുമ്പോൾ എറണാകുളം ജില്ലയിലുള്ള ആളുകൾ തികയാണ്ട് വരും. ബാക്കി നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കടമെടുക്കേണ്ടി വരും. ഇനി തൃശ്ശൂർ ജില്ലയിലും ഏകദേശം ഈ പറഞ്ഞ ആൾക്കാരാണുള്ളൂ. 23ാമത്തെ ലെവലിൽ എറണാകുളം ജില്ലയെ പ്ലസ് തൃശ്ശൂർ ജില്ലയിലെ ആൾക്കാർ കൂട്ടിയാൽ പോലും തികയില്ല. 26ാമത്തെ ലെവലിൽ എത്തുമ്പോഴേക്കും കേരളത്തിലുള്ള ആൾക്കാർ മൊത്തം തികയാണ്ട് വരും. ലോകത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള നമ്മുടെ ഇന്ത്യയിൽ 148 കോടി ജനങ്ങളുണ്ട്. ഇന്ത്യയിലുള്ള സകല മനുഷ്യൻ ഈ പരിപാടിക്ക് ചേർന്നാലും ലെവൽ 31 ആകുമ്പോൾ പരിപാടി പൊട്ടും. പിന്നെ നമ്മൾ ചൈനയിൽ നിന്ന് ആൾക്കാരെ കടമെടുക്കേണ്ടി വരും. ഈ ലോകത്താകെ 830 കോടി ജനങ്ങളെന്തോ ഉള്ളൂ. അതിനകത്ത് 33ാമത്തെ ലെവൽ എത്തുമ്പോഴേക്കും അതിലും കൂടുതൽ ആൾക്കാരായി കഴിഞ്ഞു. ബാക്കി നമ്മളെ വല്ല ഏലിയൻസിനെ വിളിച്ചുകൊണ്ടൊന്ന് പണിയെടുപ്പിക്കേണ്ടി വരും MLM കമ്പനികൾ നടന്നുകൊണ്ട് പോകാനായിട്ട്. അതായത് ബേസിക്കലി MLM പിരമിഡ് സ്കീം എന്ന് പറയുന്നത് പക്ക സ്കാമാണ്. മുകളിലിരിക്കുന്നവൻ പൈസ ഉണ്ടാക്കും, താഴെ ലംബോർഗിനി മേടിക്കാം, അത് മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് പോണവൻ അണ്ടി പോയ അണ്ണാനെ പോലെ ഇരിക്കേണ്ടി വരും. ഈ MLM ടീംസ് പറയുന്ന വേറൊരു അടവാണ്, അതായത് ഇനിയും പോപ്പുലേഷൻ ഉണ്ടാവുമല്ലോ, അപ്പൊ പിന്നെ ഈ പരിപാടിയിൽ ആളെ ചേർക്കാൻ ഉണ്ടാവൂലെന്ന്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പോപ്പുലേഷൻ ഒരിക്കലും എക്സ്പോണൻഷ്യൽ അല്ല ഗ്രോ ചെയ്യുന്നത്, നേരെ ഡബിൾ ആവുകയല്ല ചെയ്യുന്നത്. അതായത് MLMന്റെ ലോജിക്ക് അനുസരിച്ച് ഇന്ത്യയിൽ 148 കോടി ജനങ്ങളുണ്ടെങ്കിൽ അടുത്ത ദിവസം ആകുമ്പോഴേക്കും അത് 296 കോടി ജനങ്ങളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് MLMൽ സാധനം വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാധാരണ ബിസിനസ്സുകൾ ഇങ്ങനെ റൺ ചെയ്യണമെന്ന്. കാരണം ആൾക്കാർ തീരില്ലെന്ന് ചോദിക്കും. കാരണം ഒരു സാധാരണ ബിസിനസ്സിൽ ഇപ്പോൾ സാധാരണ ഒരു തുണിക്കട എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഒരാൾ സാധനം മേടിക്കാൻ പോയാൽ നാളെ അതിന്റെ ഇരട്ടി ആളുകൾ സാധനം മേടിക്കാൻ വരുന്നൊരു നിയമമൊന്നും അവിടെ ഇല്ല. MLMന്റെ ലോജിക്ക് അനുസരിച്ച് ഇന്ന് ഒരാൾ സാധനം മേടിക്കാൻ പോയാൽ നാളെ 2 പേര് അവിടെ നിന്ന് സാധനം മേടിക്കണം. നാളെ കഴിഞ്ഞ് ആകുമ്പോഴേക്കും അത് 4 പേരായിരിക്കണം. ഈ സാധനം ഒരിക്കലും വർക്ക് ചെയ്യില്ല.